സോ ഗീസ് നമ്മളാണെങ്കിൽ ഇന്നൊരു പോർഷെ മീറ്റപ്പ് വെച്ചാണ് കിറ്റിലം പോലുള്ള ഐറ്റം സാധനമൊക്കെ വരുന്നുണ്ട്. എന്തായാലും മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അപ്പോൾ ഈ കുറേ കൂട്ടുകാർ അത് ചെയ്യാനാണ് പോകുന്നതെന്ന് എനിക്കറിയാം. ദയവായി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈസ് എന്തായാലും നമ്മുടെ പോർഷെ ചെക്കനെ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. എനിക്കാണെങ്കിൽ ഒരു പയ്യൻ പണിത് തന്നതാണ് ഈ ഒരു വണ്ടി. ജസ്റ്റ് ക്ലീൻ കളറാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് എൻ്റെ ഒരു പേര് വെച്ചെന്ന് മാത്രം, വേറെ ഇതിൻ്റെ അകത്ത് വലിയ രീതിക്ക് പണിയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ചിലപ്പോൾ ഈ ഒരു മീറ്റപ്പിൽ നമ്മൾ ആർക്കെങ്കിലും ഈ ഒരു വണ്ടി കൊടുക്കും ഗീസ്. ഞാനത് തീരുമാനിച്ചുകൊണ്ടാണ് വന്നത്. ആരെങ്കിലും കയ്യിൽ പോർഷെ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വണ്ടി നമ്മൾ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ആരെങ്കിലാണ് വണ്ടി ഇല്ലാത്തതെന്നൊക്കെ. എന്തായാലും ഗീസ് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിടണം, കാരണം ഇവിടുന്ന് നമുക്ക് ഷോർട്സിനുള്ള കുറച്ച് വീഡിയോ എടുക്കണം. അങ്ങനെ ഈ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവിടെ ആയിട്ട് ഒരു പോർഷെ വന്ന് കാണാനായിട്ട് പറ്റും. ഇത് പണ്ടത്തെ മോഡലാണെന്നാണ് തോന്നുന്നത്. 91.9 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പോർഷെ 91.9 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കൊള്ളാം. അത് പണ്ടത്തെ മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല. അറിയാവുന്ന കൂട്ടുകാർ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ചധികം വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ജസ്റ്റ് ആ ക്ലിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞാണ്, കാരണം നിങ്ങൾക്ക് കണ്ടിരുന്ന പോസ്റ്റ് ആകും. അപ്പോൾ ഗൈസ് ഇതാണ് ആ ചെക്കൻ. ഈ ഒരു ചെക്കനെ നിങ്ങൾ നോക്കുക, അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കിഡിലും സാധനം വേറെ ഒന്നും പറയാനില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ ഗെയിമിൽ കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നത്. പോർഷെ മീറ്റപ്പാണ് വെച്ചത്. അപ്പോൾ ആ ബ്രോ ആണെങ്കിൽ ഈ ഒരു പോർഷെയാണ് കൊണ്ടുവന്നത്. ഇനി ഇതിങ്ങനെ പണിഞ്ഞാക്കിയതാണോ എന്തായാലും ഗീസ് അതിന് ചാൻസ് കുറവാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ ബ്രോ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പോർഷെ 91.9 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓൾഡ് മോഡൽ വണ്ടിയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നല്ല വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും ഈ ക്ലീൻ ആയിട്ടുള്ള കളേഴ്സിലാണ് ഇപ്പം പോർഷെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ചെക്കനെ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അലോയ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പൂവിൻ്റെ ഡിസൈൻ കണക്ക് വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഒരു ക്ലീൻ സാധനം, ഒരു ഗ്ലോസി ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കാണുമ്പോഴൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വൈറ്റ് കളറിലാണെന്ന് തോന്നുന്നു നമ്മുടെ അതിൻ്റെ അലോയ്സ് കൊടുത്തിരിക്കുന്നത്. ഒരു കിട്ടിലും പോലത്തെ ചെക്കൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഓടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ നമുക്ക് ഓടിക്കാം. ഈ സൈൻ്റെ ഇടക്കാണെങ്കിൽ പച്ച പോർഷെയാണ് അവിടെ കിടപ്പുണ്ട്. എന്തായാലും ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് വിട്ട് കളയാം. അല്ലാതെ ഇവിടെ നിന്നിട്ട് ഇനി കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നി, കാരണം ഇവിടെ നിന്നാൽ ഒന്നുകൂടെ ലാഗ് അടിക്കത്തേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ചെക്കനെ എടുത്തുകൊണ്ട് നമുക്ക് പോവാം. ഗൈസ് അവരെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കൊട്ടാരമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. എന്തായാലും ഇതിൻ്റെ ചുറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് വലം വെച്ച് വരാനായിട്ട് പോകണം. എത്ര കൂട്ടുകാർ നമ്മുടെ കൂടെ വരുമെന്ന് നമുക്ക് നോക്കാം. ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഗീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേരത്തെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു. അത് കിട്ടിലും പോലെ ഒരു ക്ലിപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഗീസ് അതാണെങ്കിൽ ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ആ ഒരു റെക്കോർഡ് തന്നെ അവിടെ കാണുന്നില്ല. ഞാൻ അത്രയും നേരം കളിച്ചതൊക്കെ വെറുതെ ആയി. പിന്നെ ഞാൻ രണ്ടാമത് റൂം ഇട്ടപ്പോഴാണ് ഈ ഒരു ക്ലിപ്പ് കിട്ടിയത്. ഇതിൻ്റെ അകത്തും അത്യാവശ്യം ഓളിത്തരമൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടിരിക്കാൻ നല്ലൊരു എൻജോയ്മെൻ്റ് ഒക്കെയാണ് ഗീസ്. എന്തായാലും നിങ്ങൾ മാക്സിമം എൻ്റെ ഒരു കാണുക. അപ്പോൾ ഗീസ് ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക ഗീസ്. എന്തായാലും നിങ്ങൾക്ക് കണ്ട് ശീലമായെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം എൻ്റെ വീഡിയോ ഇപ്പം മാക്സിമം ഒരു 400 സംതിങ് വ്യൂവേഴ്സൊക്കെ പോകുന്നുണ്ട്. ഒരു വീഡിയോയ്ക്ക് മാക്സിമം വരുന്ന വ്യൂസാണ്. അത്രയും നേരത്തെ അത്രയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗീസ് എന്തായാലും നമ്മളിവിടുന്ന് നേരെ ഒന്ന് വലം വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. താഴെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിടും. എന്നിട്ട് എല്ലാവരെയും വണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ഒന്ന് പറയുന്ന ഒരു കാര്യമാണ്, ബ്രോയുടെ iOS ആയത് കാരണം ബ്രോയ്ക്ക് ലാഗ് അടിക്കുന്നില്ലല്ലോ എന്ന്. നിങ്ങൾക്ക് ഈ ഒരു റെക്കോർഡിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു മാച്ചിൽ തന്നെ ലാഗ് അടിക്കുന്നുണ്ട്, കാരണം 20 പേരിൽ കൂടുതൽ ഈ ഒരു ഗെയിമിൽ കയറുന്ന കാരണമാണ്. എന്ന് വെച്ചാൽ 20 പേരാണ് മാക്സിമം. അതിൻ്റെ അകത്താണെങ്കിൽ എല്ലാവരും നമ്മുടെ പാസ്വേഡ് അടിച്ച് കയറാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതാണ് മെയിൻ വിഷയം. പിന്നെ 20 പേര് വന്നു കഴിഞ്ഞാൽ തന്നെ ഒടുക്കത്തെ ലാഗാണ്. എന്നിട്ട് ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം ഇടവിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, വീഡിയോ ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമൊക്കെയാണ്, എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടക്കാണ് വീഡിയോ ഇടുന്നത്. അത്രയധികം എഫേർട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഗൈസ് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വലം വെച്ചിട്ട് ആരൊക്കെ നമ്മുടെ കൂടെ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ കൂട്ടുകാരും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി ബ്രോ, എൻ്റെ കയ്യിലാണെങ്കിൽ പോർഷെ ഇല്ലെന്നൊരു മച്ചാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മച്ചാനെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കാർ കൊടുത്തേനെ. എന്തായാലും ഗീസ് നമുക്ക് ചോദിക്കാം, ആരെങ്കിലും കയ്യിൽ പോർഷെ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവർക്ക് ഈ ഒരു കാർ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ വണ്ടി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ഒരു മച്ചാൻ്റെ വണ്ടിയിൽ ഞാൻ കുറേ നേരമായിട്ട് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു ബ്രോ ലോക്ക് ഓപ്പൺ ആക്കുന്നില്ല. അത് കാരണം തന്നെ എനിക്ക് കയറാനും പറ്റുന്നില്ല ഗീസ്. ഞാനാണെങ്കിൽ
ഈ ചെക്കനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഗീസ് ആ ഒരു ചെക്കനെ എടുത്തുകൊണ്ട് പോയി എല്ലാവരും ഞാൻ കാണിച്ചു തരായിരുന്നു. ഇവിടെയായിട്ട് ഗീസ് ഒരു നീറ്റായിട്ടുള്ള കളേഴ്സില്ല, അതുപോലെ തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ സാധനം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പുറത്തൊരു ഗ്രീൻ പോർഷൻ ആണെങ്കിൽ ചെറിയൊരു അഴുക്കും ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ വണ്ടി ഫുള്ളായിട്ട് ഇപ്പോൾ പോയി കിടക്കുവാണ്. വേറെ ഒന്നുമല്ല ഗീസ്, നമ്മൾ ആ പുഴി കൂടെ നേരെ ഓടിച്ച് കയറ്റിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ ഗീസ് അവിടെ നിന്ന് നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറേയധികം നമ്മൾ കിടന്ന് കറങ്ങി. വേറെ ഒന്നും കൊണ്ടല്ലോ ഗീസ്, ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അമ്മായി ലാഗാണ് എൻ്റെ ഗെയിം അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തരുടെ വണ്ടി ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ എങ്ങനത്തെ വണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് ചളങ്ങി ഗീസ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മളാണെങ്കിൽ ഇനി കാറ് സർവീസ് ചെയ്യണം, അല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഫ്രണ്ട് ഫുള്ളായിട്ട് ചളങ്ങിപ്പോയി. എൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായൊക്കെ നിൽക്കുന്നുണ്ട്. അതൊന്നും പറയണ്ട. ഇപ്പോഴാണെങ്കിൽ ഇങ്ങോട്ട് വന്ന വഴി ഒരു ഇടി ഇടിച്ചത്, ഫുള്ളായിട്ട് ചളങ്ങിപ്പോയി. ആടാ ഞാൻ ഓടിക്കാം, നീ വെയിറ്റ് ആക്കാം. ഞാൻ ഇവരുടെയൊക്കെ വണ്ടി നമ്മുടെ ഫോളോവേഴ്സിന് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മീറ്റപ്പിൽ വന്നിട്ടുള്ള വണ്ടികളൊക്കെ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടാണെങ്കിൽ ലോങ്ങിൽ ഒരു മച്ചാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഈ പോർഷ ഇല്ലെന്നാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ ഈ പോർഷ ഇല്ലെന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടി നമ്മൾ ആ പുള്ളിക്ക് കൊടുക്കുന്നതായിരിക്കും. എന്നാൽ ഗൈസ് ഈ ഒരു ചെക്കൻ കൊള്ളാമായിരുന്നു, അതുപോലെ അതിൻ്റെ അപ്പുറത്തെ ചെക്കനും കൊള്ളാം. ഇതിനകത്താണെങ്കിൽ ഒരു പെണ്ണ് വന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. അത് പെണ്ണാണോ ആണാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഗൈസ്. കാരണം നമ്മുടെ ഇതിൻ്റെ അകത്താണെങ്കിൽ കുറേ ഫേക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഈ പെണ്ണിൻ്റെ പേരിട്ടുകൊണ്ട് വരുന്ന അത് കാരണം തന്നെ എനിക്ക് ഇൻസ്റ്റലായിട്ട് കുറേയധികം ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് പോകത്തില്ല, കാരണം ഫുള്ള് ഫേക്ക് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പെണ്ണുങ്ങളെ പുറകെ പോകുന്ന ഒരു സ്വഭാവം എനിക്ക് നേരത്തെ ഇല്ല. അത് കാരണം പിന്നെ അതിൻ്റെ പുറകെ ഒന്നും ഞാൻ പോകാറില്ല. ഇതിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഒരു ചിക്കൻ ഒറ്റയ്ക്ക് കിടപ്പുണ്ട്. ഈ പുള്ളിയുടെ കയ്യിൽ വണ്ടി ഇല്ലാത്തതായിരിക്കും ഗൈസ്. എന്തായാലും ഞാനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോഴത്തേക്കും അവരെല്ലാം കൂടെ എൻ്റെ കൂടെ വന്നു. അത് കാരണം തന്നെ ഒടുക്കത്തെ ലാഗാണ്. ഞാനാണെങ്കിൽ ജസ്റ്റ് ചാറ്റ് ഹൈഡ് മാറ്റിയിട്ട് ജസ്റ്റ് ഈ പുള്ളിക്കാരനൊന്ന് ഒന്ന് മെസ്സേജ് അയക്കുവാണ്. ബ്രോ പോർഷ ഇല്ലേന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചോദിക്കുവാണ്. അപ്പോൾ ഈ മെസ്സേജ് അയക്കാനായിട്ട് ഭയങ്കര ലാഗാണ്. ഞാൻ എങ്ങനെയൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. ലാഗ് ഭയങ്കരമാണ്, ഒടുക്കത്തെ ലാഗാണ്. അത് കാരണം തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും പുള്ളിയാണെങ്കിൽ പോർഷ ഇല്ല ബ്രോ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ വണ്ടി പുള്ളിക്ക് ഞാൻ കൊടുക്കാനായിട്ട് പോവാണ് ഗീസ്. ഒറ്റ മൈൻഡാണ്, ഞാൻ അങ്ങനെയാണ്. എന്തെങ്കിലും ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കും ഗീസ്. എന്തായാലും നമ്മുടെ വണ്ടി കയറിയിട്ട് പുള്ളിക്ക് തന്നെ നമുക്ക് കൊടുക്കാം. പുള്ളിയാണെങ്കിൽ ഒരു ചെറിയ വണ്ടിയാണ്, നിങ്ങൾ തന്നെ കണ്ടില്ലേ. അത്യാവശ്യം ഒന്നും അത് പണിതിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ഈ നല്ലൊരു വണ്ടി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വണ്ടി അത്രയ്ക്ക് നല്ലതൊന്നുമല്ല, പക്ഷെ എന്നാലും പോർഷയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഇതാണ് ഗീസ്. എന്തായാലും പുള്ളിക്കാരന് മേടിക്കാൻ പൈസ കാണത്തില്ലായിരിക്കും. ഞാൻ എൻ്റെ വണ്ടി പുള്ളിക്കാരന് കൊടുക്കാനായിട്ട് പോവാണ്. എന്തായാലും നെക്സ്റ്റ് മീറ്റപ്പിൽ നിങ്ങളും വരാനായിട്ട് ശ്രമിക്കുക. ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വണ്ടി തരും എന്നും പറഞ്ഞ് എൻ്റെ BM ഒന്നും തരത്തില്ല ഗീസ്. ഞാനാണെങ്കിൽ പൈസ കൊടുത്ത് പണിയിച്ചൊരു സാധനമാണ്. BM ഒഴിച്ച് ഞാൻ ബാക്കിയെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, അല്ലാതെ എനിക്ക് BM ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഞാൻ കാറ് സെല്ലാക്കാനായിട്ട് പോവാണ്. ഞാൻ ഒരു 2 രൂപ കൊല്ലം കൊടുക്കാം ഗീസ്, അതായിരിക്കും കൂടുതൽ നല്ലത്. പുള്ളിയുടെ ഈ പൈസ ഇല്ലെങ്കിൽ ചിലപ്പോൾ മേടിക്കാൻ പറ്റത്തില്ല. കൂടുതലിട്ട് കഴിഞ്ഞാൽ ആദ്യം ഇട്ടപ്പോഴത്തേക്കും 22 വീണത്. അത് കാരണം തന്നെ ഞാൻ 2 ആക്കിയിട്ട് പുള്ളിക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പം മേടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത മീറ്റപ്പ് ബ്രോ ഏത് വണ്ടിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ സവൻ പറഞ്ഞ ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഞാൻ അടുത്ത മീറ്റപ്പ് ഏത് വണ്ടി വേണമെന്ന് ജസ്റ്റ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു വണ്ടിയുടെ മീറ്റപ്പ് വെക്കുന്നതായിരിക്കും. എന്തായാലും ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പുള്ളിക്കാരനാണെങ്കിൽ ബ്രോ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് താങ്ക്സ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും ഈ വളരെയധികം നന്ദി പുള്ളിക്കാരൻ എൻ്റെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോളോവറാണ്. നമുക്കും കുറേ പേര് ഇത്രയൊക്കെ ഫെയിമായി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കാർ കൊണ്ട് തരുന്നവരുണ്ട്. കാർ ഇല്ലാത്തവർക്ക് കൊടുക്കും ഗൈസ്. എൻ്റെ കയ്യിൽ എന്ത് വണ്ടി ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞ് വരുന്ന ഒരാൾക്ക് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മെസ്സേജ് നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറേയധികം മെസ്സേജ് വരുന്നുണ്ട്. എന്നാലും ഞാൻ ഭൂരിഭാഗമൊക്കെ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കുറേ കൂട്ടുകാർക്കും നമ്മുടെ മീറ്റപ്പിൽ വരാനായിട്ട് പറ്റുന്നില്ല. മീറ്റപ്പിൽ ജോയിൻ ആകാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മൾ താഴെയായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ അകത്ത് ജോയിൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ID പാസും ഡെയിലി ഇടുന്നതായിരിക്കും. ജസ്റ്റ് മീറ്റപ്പ് ഉള്ള ദിവസമൊക്കെ നമ്മൾ ID പാസും അതിൻ്റെ അകത്ത് ഇടും. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ബ്രോ എന്റെയിലും പോർഷ ഇല്ലായിരുന്നു, എന്നിട്ട് ബ്രോ എനിക്ക് തന്നില്ലല്ലോ, എന്തുകൊണ്ട് അവന് കൊടുത്തത്? അത് വേറൊന്നും കൊണ്ടിട്ടല്ല. എല്ലാവരും ആണെങ്കിൽ നമ്മൾ പോർഷ മീറ്റപ്പ് വെച്ചിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഇടക്ക് കൊണ്ടുവന്ന് നമ്മുടെ മീറ്റപ്പ് അലമ്പാക്കാനായിട്ട് നോക്കും. ആ പുള്ളിയാണെങ്കിൽ ഗൈസ് നല്ലൊരു മച്ചാനായിരുന്നു. മലയാളി വൈറ്റി എന്നാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. എന്തായാലും ഗൈസ് ആ ഒരു മച്ചാനാണെങ്കിൽ നല്ലൊരു മച്ചാനായിരുന്നു. അങ്ങ് ലോങ്ങിലോട്ട് മാറ്റി നിർത്തി വണ്ടി. അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അത് കാരണം തന്നെയാണ് ഞാൻ അവന് കൊടുത്തത്. കാരണം അവൻ അത്രയധികം ഡിസിപ്ലിൻ ആയിട്ടാണ് നിന്നത്. ഞാനാണെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇടരുത്. പക്ഷേ എന്നാലും കൊണ്ടുവന്നോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇടാതിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ വീഡിയോയിൽ പെടാത്ത രീതിയിൽ അങ്ങ് ലോങ്ങിലാണ് മാറ്റിയിട്ടത്. കാരണം പോർഷെ മീറ്റപ്പാന്ന് പറഞ്ഞ കാരണം തന്നെ എന്തായാലും അത് വളരെയധികം നല്ലൊരു കാര്യമാണ്, ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഈ നമ്മുടെ മീറ്റപ്പിൽ വന്നിട്ട് ഇതുവരെ അങ്ങനെ ഡിസിപ്ലിനായി നിന്ന ഒരാളില്ല. കാരണം മിക്കവരും അലമ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. അത് കാരണം തന്നെയാണ് കേസ് ഞാൻ പുള്ളിക്ക് കൊടുത്തത്. ആ ചെക്കനാണെങ്കിൽ അതിന് യോഗ്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അവന് കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കേസ്? അവനാണെങ്കിൽ അത്രയും ഡിസിപ്ലിനോടെ വണ്ടിയൊക്കെ അവിടെ കൊണ്ടിട്ട്, ചെക്കനാണെങ്കിൽ അത്രയും നന്നായിട്ടാണ് അവിടെ നിന്നത്. അത് കാരണം തന്നെയാണ് കേസ് ഞാൻ ചെക്കൻ ആ ഒരു വണ്ടി കൊടുത്തത്. ബ്രോ എന്റെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്ക്. എന്തായാലും കേസ് തേടിയ വള്ളി കാലേ ചുറ്റിയിട്ടുണ്ട്. പുള്ളി തന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു ഓടിക്കാനായിട്ട്. എന്തായാലും നമുക്ക് പുള്ളിയുടെ വണ്ടി ഓടിക്കാം. എൻ്റെ വണ്ടി ഓടിക്കാനായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേസ് നമ്മുടെ പുള്ളിയുടെ വണ്ടി നമുക്ക് ഓടിച്ചു നോക്കാം. ഈ ഒരു വണ്ടി ഞാൻ ആദ്യമേ വിചാരിച്ചാണ് ഓടിച്ചു നോക്കണമെന്ന്. ഒരു നൈസായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് കൂട്ടി വെച്ച് തരാം. അത്യാവശ്യം പക്കയായിട്ടുള്ളൊരു വണ്ടി കേസ്. നിങ്ങൾക്ക് അത് ഓടിച്ചാലേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും നിങ്ങൾ മീറ്റപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക. മീറ്റപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കാനായിട്ട് പറ്റും. എന്തായാലും നെക്സ്റ്റ് മീറ്റപ്പിൽ കാണാം. ഏത് വണ്ടി വേണമെന്ന് മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത മീറ്റപ്പ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ആയിരിക്കുക. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.